നാസർ, നേരത്തെ സ്കൂളിൽ ബോംബിടുകയും അവിടെ നിരവധി കുട്ടികളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. ആ മരണനിരക്ക് ഇപ്പോൾ 115 എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നിലവിലുള്ള അവസ്ഥയിൽ ഇറാനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ? അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ നടന്ന ആക്രമണത്തിൽ 115 കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. MC, താങ്കൾ കേൾക്കാമെങ്കിൽ, സ്കൂളിലെ ബോംബാക്രമണത്തിൽ 115 കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു. അതുപോലെ മറ്റിടങ്ങളിലും ആക്രമണങ്ങളിൽ അതുപോലെ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്പം ഒരു മണിക്കൂർ മുമ്പും ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ ആക്രമണത്തിൽ മാത്രം മരണസംഖ്യ 115 ഉയർന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടവരിൽ എല്ലാവരും. അതോടൊപ്പം തന്നെ ഏതാണ്ട് 40-ലധികം കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ പരിക്കേറ്റ നിലയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിലും ചില കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമായിട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിലൂടെ ഏറ്റവും ചുരുങ്ങിയത് 230-ലധികം പേരാണ് ഇറാനിൽ ഇന്നലെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വ്യാപ്തിയുള്ള ആക്രമണ പരമ്പരകൾ തന്നെയാണ് ഇറാന്റെ വിവിധ നഗരങ്ങൾക്ക് നേരെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം അദ്ദേഹം വ്യക്തമാക്കുന്നതും കൂടുതൽ വ്യാപ്തിയുള്ള, കൂടുതൽ കടുപ്പമേറിയിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന് നേരെ തുടരും. അത് എത്ര കാലം തുടരും, എത്ര ദിവസത്തേക്ക് തുടരും എന്ന് ഒരു പ്രതികരണം പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. തങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്ന ആ പദ്ധതി പ്രകാരം ആക്രമണം കൂടുതൽ വ്യാപ്തിയിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും മാത്രമല്ല, സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വളരെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വ്യവസായ നഗരങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ആത്മീയ സ്വഭാവത്തിലുള്ള കുമ്മ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം ഇന്നലെ മുതൽ തന്നെ അമേരിക്കയും ഇസ്രായേലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം ഏതാണ്ട് 200-ലധികം വിമാനങ്ങൾ 500-ലേറെ ആക്രമണങ്ങളാണ് ഇറാൻ നഗരങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയും വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് കുമ്മിലും ഇസ്ഫഹാനിലും ലോറസ്ഥാനിലും അതേപോലെ മറ്റ് തെഹ്റാന് പുറമെയുള്ള മറ്റ് പല പ്രദേശങ്ങളിലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ രാവിലെയും ഒക്കെ പല സ്ഥലങ്ങളിലും നിന്ന് പോർബന്ദർ ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നും ആക്രമണം സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടം, ആളുകളുടെ ആളപായം ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുന്നേ ഉള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇന്നലെ രാത്രിയോട് നൽകിയത് തന്നെ 200-ലധികം പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 600-ലധികം പേർക്ക് പരിക്കേറ്റ് എന്നതാണ്. ഇത് ഇറാനിലെ തന്നെ റെഡ് ക്രോസന്റ് സൊസൈറ്റിയാണ് ആ വിവരം കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേൽ നഗരങ്ങളെ വിറപ്പിച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണം ഇറാനും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പും വ്യാപകമായിട്ടുള്ള സൈറൺ മുടങ്ങുന്ന ശബ്ദമാണ് വിവിധ ഇസ്രായേൽ നഗരങ്ങളിൽ നിന്ന് ഉയരുന്നത്. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തെല്ലവീവിൽ നടന്ന ആക്രമണത്തിലാണ് 23 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പേരുടെ പരിക്ക് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്നും ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഹൈഫക്ക് നേരെയും അതോടൊപ്പം തന്നെ മറ്റ് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾക്ക് നേരെ നടക്കുമെന്ന് കൂടി ഇറാൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു നിലക്കും തങ്ങൾ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. തികച്ചും നിയമാനുസൃതമായിട്ടുള്ള ടാർഗറ്റുകൾ തന്നെയാണ് ഈ സൈനിക കേന്ദ്രങ്ങൾ, വിവിധ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ, സ്ഥാപനങ്ങൾ, ഇവയ്ക്കെതിരെ നടത്തുന്ന ആക്രമണം എല്ലാ അർത്ഥത്തിലും അന്താരാഷ്ട്ര നിയമങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു യുദ്ധമാണിത്. ആ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തോട് കുറ്റവാളികളുടെ കേന്ദ്രങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും നേരെ പ്രത്യാക്രമണം നടത്തുക എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു നീതിയുടെ ഭാഗമാണ് എന്ന വിശദീകരണം കൂടിയാണ് ഇറാൻ നൽകുന്നത്.
അതുകൊണ്ട് തന്നെ ഈ പ്രത്യാക്രമണങ്ങൾ പൊടുന്നനെ അവസാനിക്കാനുള്ള സാധ്യതയില്ല. ട്രംപും നെതന്യാഹുവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാൻ നേതൃത്വവും അവസാനം വരെയും അതിശക്തമായി തന്നെ പൊടുകാൻ തന്നെയാണ് തീരുമാനം എന്ന അർത്ഥത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ ഇറാനും നൽകുകയാണ്. ഏതായാലും ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയത് 4 ദിവസമെങ്കിലും ഇപ്പോഴത്തെ ആക്രമണ സംഭവങ്ങൾ തുടരുമെന്നതാണ്. ചില മധ്യസ്ഥ നീക്കങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ പല ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ നിരന്തരമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം നയതന്ത്ര നീക്കങ്ങൾക്ക് ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. കാരണം തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഇറാൻ നിരന്തരമായിട്ടുള്ള ഈ കടന്നുകയറ്റം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നയതന്ത്ര നീക്കമെടുക്കാൻ പല രാജ്യങ്ങളും വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് UAE-ക്കൊക്കെ നേരെ അബുദാബിക്കും ദുബൈക്കും ഒക്കെ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി തവണ നടന്ന ഈ ആക്രമണങ്ങളാണ് ചില പുനരാലോചനയ്ക്ക് ഇത്തരം ഭരണകൂടങ്ങളെ കൂടി പ്രേരിപ്പിക്കുന്നത്. കാരണം ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയും ഇന്നലെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു താല്പര്യം എത്ര കണ്ട് ഈ രാജ്യങ്ങൾ ഇനി കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി തങ്ങളുടെ ശക്തമായിട്ടുള്ള സൈനിക നീക്കവുമായിട്ട് മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയായി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.